മോളെ പോയിട്ട് ശരി. നിനക്കോളെ മനസ്സിലായ അതാ ഗംഗൻ്റെ മരുമോളോ? കല്യാണം കഴിഞ്ഞ് 2 പിള്ളേരെ എന്നിട്ടോട് കുടൽ കുറക്കാൻ വേണ്ടിയിട്ട് ജിമ്മിന് പോയി. നമ്മളെല്ലാം ജിമ്മിന് പോയിട്ടാന്ന് കുടൽ കുറഞ്ഞിന്. 5 പ്രസവിച്ച് ഞാനല്ല. വീട്ടിൽ നല്ലോണം പണിയെടുക്കണം. ഇങ്ങനെ ഒരു പണിയെടുക്കൂല. രാവിലെ ജിമ്മെന്ന് പറ്റങ്ങ് ഇറങ്ങല. 10-35 വയസ്സായില്ലേ ഒക്കെ ഇല്ല, നിർത്തിക്കൂടെ? ഇങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞും പലരും പലതും പറയും. നമ്മുടെ ബോഡിയെയും സ്കിന്നിനെയും അതുപോലെ തന്നെ നമ്മുടെ ഹെയറിനെയും നമ്മുടെ ഹെൽത്തിനെയും ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടതും അല്ലെങ്കിൽ കെയർ ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു ടൈമാണ് 30+. നമ്മുടെ പല്ലും എല്ലും അതുപോലെ തന്നെ മുടിയും പോട്ടെ നമ്മുടെ മനസ്സ് വരെ ശോഷിച്ച് തുടങ്ങുന്നൊരു സമയമായിട്ടാണ് 30+ എല്ലാവരും കാണുന്നത്. ഈ സമയത്താണ് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കേണ്ടത്. വീട്ടിൽ നല്ലൊരു മീൻ പൊരിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല ഐറ്റം ഉണ്ടാക്കിയാൽ അതിൻ്റെ നല്ലൊരു പോർഷൻ മിക്കവാറും ഭർത്താവിനും മക്കൾക്കും കൊടുക്കുന്ന അമ്മമാരെ ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കാം. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നിങ്ങളും കൂടെ അതിലൊരു ഭാഗമാകണമെന്നാണ്. അവർക്ക് കൊടുക്കുന്നതിനൊപ്പം തന്നെ നിങ്ങളും കൂടെ അത് കഴിക്കണം. ചിലപ്പോൾ അവരത് ചോദിക്കണമെന്നില്ല, നിങ്ങൾക്ക് ഉണ്ടോ എന്ന് പോലും ചിലപ്പോൾ അവർക്ക് അറിയുക പോലും ഉണ്ടാവില്ല. പ്രായം കൂടുന്തോറും നിങ്ങളുടെ സ്കിന്നിൽ വരുന്ന ചുളിവുകളോ അല്ലെങ്കിൽ കറുത്ത പാടുകളോ നിങ്ങളുടെ ഹെൽത്തിനുണ്ടാകുന്ന വീക്ക്നെസ്സോ ഒന്നും മറ്റുള്ളവർ കാണണമെന്നില്ല. ചിലപ്പോൾ നിങ്ങളത് റിയലൈസ് ചെയ്തിട്ടുണ്ടാവും. ഇത്ര പ്രായമായി ഇനിയിപ്പോൾ എന്ത് നോക്കാനാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല. പല സിനിമാ നടന്മാരും നടിമാരും ഒക്കെ ഇപ്പോഴും നല്ല ചുറുചുറുക്കോടെ നല്ല സൗന്ദര്യത്തോടെ ഇരിക്കുന്നതിന് കാരണം അവരുടെ സ്കിന്നും ബോഡിയും ഒക്കെ അവർ കെയർ ചെയ്യുന്നത് കൊണ്ടാണ്. ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടാണ്. ഒരുപാട് പൈസ ചിലവാക്കി എന്തൊക്കെയോ വാങ്ങി കഴിക്കണം എന്നല്ല. നമുക്ക് ഹെൽത്തി ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടും തന്നെയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഡെയിലി വീട്ടിൽ വാങ്ങുന്ന കാര്യങ്ങളിലുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ്. അതുപോലെ തന്നെ ജിമ്മിന് പോയി പൈസ കളയാനൊന്നുമില്ല, എനിക്ക് ഇതിനുള്ള സാഹചര്യം ഇല്ല എന്നൊക്കെ കരുതുന്നവരുണ്ടാവും. അവരൊക്കെ ഈ യൂട്യൂബിലൊക്കെ നോക്കിയാൽ അതിനകത്തൊക്കെ സൂംബ ക്ലാസ്സുകളും അതുപോലെ തന്നെ യോഗ ക്ലാസ്സുകളൊക്കെ ഇഷ്ടം പോലെയുണ്ട്. ഞാൻ പറഞ്ഞു വന്ന് ഇത്രയേ ഉള്ളൂ. നമ്മൾക്ക് സന്തോഷം മറ്റാരോ കൊടുത്തരുന്ന് വിചാരിച്ചിട്ട് നമ്മൾ കാത്തിരിക്കാൻ വേണ്ടി പാടില്ല. നമുക്ക് വേണ്ടിയിട്ടുള്ള സന്തോഷത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഇനീഷ്യേറ്റ് ചെയ്തിട്ട് ഇറങ്ങുക. ചിലപ്പോൾ അത് കണ്ടിട്ട് നമ്മുടെ കൂടെയുള്ളവർ നമ്മളെ ഹെൽപ്പ് ചെയ്തേക്കാം.